എന്താണ് NLPയിൽ ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്? ഫ്രെയിം എന്ന് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഫ്രെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്യാം. ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതൊരു 4 അതിരുകളുള്ള ഒരു ചട്ടക്കൂടിനുള്ളിലാക്കുക. ഇതേപോലെ തന്നെ നമ്മൾ എല്ലാ അനുഭവങ്ങളെയും എല്ലാ ഇൻഫോർമേഷനെയും സ്വീകരിക്കുന്നത് ഒരു ഫ്രെയിമിലാണ്. നമ്മളൊരു 4 അതിരുകളുള്ള ഒരു ചട്ടക്കൂടുണ്ടാക്കി അതിലാണ് പ്ലേസ് ചെയ്യുന്നുണ്ട് എല്ലാത്തിനെയും. അപ്പോൾ ഏത് ഫ്രെയിമിൽ നിന്നാണ് നമ്മളൊരു കാര്യത്തിനെ മനസ്സിലാക്കുന്നത്, നമ്മളൊരു കാര്യത്തെ കാണുന്നത്? അതൊരു വ്യക്തിയാവാം, ഒരു സംഭവമാകാം. അതിനനുസരിച്ചുള്ള ഒരു മൂഡായിരിക്കും നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളെല്ലാവരെയും കാണുന്ന ഒരു ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവ് ആരെങ്കിലും ആയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് വരുന്നു, നിങ്ങൾക്ക് ആ ആൾ വരുമ്പം ആ ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലല്ല വേറൊരാൾക്ക് അതേ ആളെ കാണുമ്പോൾ ഉണ്ടാകുന്ന. വ്യക്തി സെയിമാണ്, ആ നേതാവ് സെയിമാണ്. ഒരു 10 പേരുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ ആ 10 പേർക്കും 10 തരത്തിലുള്ള ഫീലിംഗ് ആയിരിക്കും ഉണ്ടാകുന്നത്, അല്ലെ 10 തരത്തിലുള്ള ചിന്തകളായിരിക്കും അവർക്കുണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെ ഓരോരുത്തരുടെയും ഫ്രെയിം ഡിഫറെൻ്റാണ്. ഈ ആളെ മനസ്സിലാക്കുന്നതിലുള്ള ഈ ആളെ അവർ നോക്കിക്കാണുന്ന ഫ്രെയിം ഡിഫറെൻ്റാണ്. ഒരു ബിഗിനർക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനൊരു മലയാളം മൂവിയിൽ, ഏത് മൂവിയാണെന്ന് ഓർക്കുന്നില്ല, അതിൽ ഒരു സീൻ പറയാം. ഒരാൾ പേടിച്ചോടുന്നതാണ് അതിനകത്ത് ആദ്യം കാണുന്നത്. അപ്പോൾ അതൊരു ഫ്രെയിമാണ്. ഒരാൾ പേടിച്ചോടുന്നു, അയാളെയാണ് ക്യാമറ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു ഫ്രെയിമാണ്. ഫ്രെയിമിൽ കാണുന്ന ഒരു വ്യക്തി പേടിച്ചോടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ വ്യൂവേഴ്സിന് ഇയാൾ എന്താണ് ഇങ്ങനെ പേടിച്ചോടുന്നത് എന്ന് തോന്നും. അതിനുള്ളൊരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാൻ, അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ നമ്മളെ ആ ഫ്രെയിം, അതായത് ആ ക്യാമറ കുറച്ചും കൂടെ പുറകിലേക്ക് മാറുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ വൈഡായി ഫ്രെയിം, കുറച്ചും കൂടെ വലുതായി, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കാണാം. ആദ്യം നമുക്ക് ആ ഓടുന്ന ആളെ മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ ക്യാമറ കുറച്ചും കൂടെ പുറകോട്ടേക്ക് മാറുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ ഏരിയ അത് കാണാം. ഫ്രെയിം വലുതായപ്പോൾ നമുക്ക് ഇയാളുടെ പുറകിൽ ഒരു വെളിച്ചപ്പാട് വാളൊക്കെ പിടിച്ചുകൊണ്ട് ഓടുന്ന കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വെളിച്ചപ്പാടിനെ കണ്ടിട്ടാണ് ഇയാൾ ഓടുന്നത്, വെളിച്ചപ്പാടിനെ കണ്ട് പേടിച്ചോടുകയാണ് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ രണ്ടാമത്തെ കുറച്ചും കൂടെ ബിഗ് ഫ്രെയിമിലായി. വീണ്ടും ക്യാമറ കുറച്ചും കൂടെ പുറകോട്ട് മാറുമ്പം ആ ക്യാൻവാസ് അല്ലെങ്കിൽ ആ ഫ്രെയിം കുറച്ചും കൂടെ വലുതായപ്പോൾ ഒരാൾ ഓടുന്നു, പേടിച്ചോടുന്നു. അയാളുടെ പുറകിൽ ഒരു വെളിച്ചപ്പാട് ഓടുന്നു, വെളിച്ചപ്പാടിൻ്റെ പുറകിൽ ഒരു പട്ടി ഓടുന്നു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ആദ്യം മനസ്സിലാക്കിയത് തെറ്റായിരുന്നു. കാരണം ഈ പട്ടിയെ കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഓടുകയാണ്. ആദ്യം മുന്നിൽ ഓടുന്നത് നമ്മൾ ആദ്യം കാണുന്ന വ്യക്തി, രണ്ടാമത് വെളിച്ചപ്പാട് പുറകെ ഓടുന്നു. രണ്ടുപേരും ആക്ച്വലി ഈ പട്ടിയെ കണ്ട് പേടിച്ചാണ് ഓടുന്നതെന്ന് നമ്മൾ ഈ 3ാമത്തെ ഫ്രെയിമിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫ്രെയിം മാറുന്നതനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് മാറും. ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫ്രെയിമിൽ നിന്ന് കാണുന്നതായിരിക്കില്ല അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. യാഥാർത്ഥ്യം വ്യത്യസ്തമായിരിക്കും. ഫ്രെയിമിനനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ യാഥാർത്ഥ്യം മാറിക്കൊണ്ടിരിക്കും. ആദ്യമേ ഒരാൾ പേടിച്ചോടുന്നു, അവിടെ നമുക്ക് കാരണം അറിയില്ല. 2ാമത്തെ ഫ്രെയിമിൽ നമ്മളൊരു കാരണം കണ്ടെത്തുന്നുണ്ട്, പക്ഷേ അത് ശരിയായിരുന്നില്ല. 3ാമത്തെ ഫ്രെയിമിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പട്ടിയെ കണ്ട് പേടിച്ചാണ് ഇവർ ഓടുന്നതെന്ന്. പക്ഷേ അപ്പോഴും നമുക്ക് ഉറപ്പില്ല അതാണ് സത്യം. കാരണം ഒരുപക്ഷെ ഫ്രെയിം കുറച്ചും കൂടെ വലുതാകുകയാണെങ്കിൽ മറ്റെന്തെങ്കിലും ആയിരിക്കും കാരണം എന്ന് നമ്മൾ മനസ്സിലാക്കിയേക്കാം, അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഫ്രെയിമിൽ നിന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാകുമ്പം പലപ്പോഴും ഈ NLP ഒക്കെ നന്നായിട്ട് നല്ല രീതിയിൽ ഉൾക്കൊള്ളുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ മറ്റുള്ളവരോട് അധികം തർക്കിക്കാൻ പോകത്തില്ല. കാരണം നമ്മൾ ഒരു കാര്യം ശരിയെന്ന് വിചാരിക്കുന്നു, വേറൊരാൾ നേരെ ഓപ്പോസിറ്റായിട്ടുള്ളൊരു അഭിപ്രായം പറയുമ്പോൾ ഒരുപക്ഷെ നമുക്കറിയില്ല നമ്മുടെ ഫ്രെയിമാണോ വലുത്, അവരുടെ ഫ്രെയിമാണോ വലുത്, അല്ലെങ്കിൽ ഏത് ഫ്രെയിമിലാണ് യാഥാർത്ഥ്യത്തെ കാണുന്നത്. നമ്മൾ സത്യമെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മുടെ ഫ്രെയിമിൽ നിന്നൊരു കാര്യത്തെ കണ്ടപ്പോൾ അത് നമ്മൾ സത്യമായി ധരിച്ചു വെച്ചിരിക്കുകയാണ്. 2ാമത്തെ ഫ്രെയിമിൽ നമ്മൾ കണ്ടതുപോലെ, അതായത് ഒരു വെളിച്ചപ്പാടിനെ കണ്ടാണ് അയാൾ ഓടുന്നതെന്ന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം നമ്മൾ 2ാമത്തെ ഫ്രെയിമാണ് കണ്ടുള്ളൂ. പക്ഷേ വേറൊരാൾ 3ാമത്തെ ഫ്രെയിമാണ് കാണുന്നത്. അയാൾ പട്ടിയെയും കൂടി കണ്ടിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി വെളിച്ചപ്പാട് ഇവർ രണ്ടുപേരും ഓടുന്നത് പട്ടിയെ കണ്ടിട്ടാണ് ഓടുന്നത്. അപ്പോൾ രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാണ്. ഈ വെളിച്ചപ്പാടിനെ കണ്ടിട്ടാണ് ഓടുന്നതെന്ന് ഒരാൾ തർക്കിക്കുന്നു, മറ്റൊരാൾ പറയുന്നു അല്ല പട്ടിയെ കണ്ടിട്ടാണ് അവർ രണ്ടുപേരും ഓടുന്നതെന്ന് മറ്റൊരാൾ പറയുന്നു. അപ്പോൾ ഇവർ തമ്മിൽ തർക്കിച്ചിട്ട് ഇത് എവിടെ ചെന്ന് അവസാനിക്കാനാണ്? കാരണം രണ്ടുപേരും 2 ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ഇതാണ് ഫ്രെയിം നമ്മളിൽ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നതിന് ഒരു ഉദാഹരണം. ഫ്രെയിം എന്താണ്, അല്ലെങ്കിൽ ഫ്രെയിം എങ്ങനെയാണ് നമ്മളിൽ
മാറ്റങ്ങൾ വരുത്തുന്നു എന്ന് പറയാനായിട്ട് സിമ്പിളായിട്ട് ഒരാളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫ്രെയിം. ഇനി ഫ്രെയിമിൻ്റെ പല രീതി, അല്ലെങ്കിൽ ഫ്രെയിം എങ്ങനെയാണ് ഫ്രെയിമിങ് നമ്മൾ NLPയിൽ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് നമ്മളിൽ ഒരു എന്താ പറയുന്നത് നല്ല രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് എത്താനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിൽ എത്താനായിട്ട് ഫ്രെയിമിങ് നമ്മളെ എങ്ങനെ സഹായിക്കുന്നു, അതിനെക്കുറിച്ച് നമുക്കിനി ഡിസ്കസ് ചെയ്യാം.